കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ ഇത് മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. കർത്താവായ യേശു കവർന്നഹോമിലൂടെ പല ഭാഗങ്ങളിലൂടെയും കർത്താവായ ദൈവം ഹല്ലേലൂയ രോഗികളെയും മറ്റുള്ളവരെയും സൗഖ്യമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതായ സാഹചര്യങ്ങളാണ്. അവിടെ വെച്ചാണ് ഈ ശതാധിപൻ യേശുവിനെ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. എന്നാൽ അതിൻ്റെ മുഖവുര മാത്രം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ഈ 8-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കാണുന്നത്, പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം തന്നു. സൗഖ്യം വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ ശതാധിപൻ്റെ ഉള്ളം എങ്ങനെ ആയിരിക്കുന്നു? കാരണം എന്ന് പറയുന്നത്, കർത്താവായ ദൈവത്തിൽ ശതാധിപൻ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പൂർണ്ണമായി വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് തൻ്റെ ശതാധിപന് കർത്താവായ യേശു സൗഖ്യം നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അത് ശതാധിപൻ തൻ്റെ ബാല്യക്കാരനെ എൻ്റെ യേശു സൗഖ്യമാക്കുന്നുള്ളതായ പൂർണ്ണ വിശ്വാസം ശതാധിപൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ നാമും കർത്താവായ യേശുവിൻ്റെ തിരുസന്നിധിയിൽ നാം പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വർഗീയ പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവായ ദൈവം പല ഭാഗങ്ങളിലും, സമരിയയിലും യഹൂദയിലും എല്ലായിടങ്ങളിലും പിതാവായ ദൈവത്തെ ഉയർത്തി കാണിക്കുമ്പോൾ അവിടെ അനേക രോഗികൾ, മുടന്തന്മാർ, ചെകിടന്മാർ എന്നുവേണ്ട സകലരും സൗഖ്യമാകുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പൂർണ്ണ വിശ്വാസത്തോട് നാം ഏത് നിലവാരങ്ങളിലൂടെ കടന്നു പോകുന്നുവോ ആ നിലവാരത്തിനനുസരിച്ച് സ്വർഗീയ പിതാവായ ദൈവം വിടുതൽ തരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവമാണ്. എന്നാൽ നമുക്ക് പൂർണ്ണമായ ഒരു വിശ്വാസമുണ്ടെങ്കിൽ നാം എന്തു പറയുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കടുകുമണിയോടെ വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നുവെങ്കിൽ, അതുപോലൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഹല്ലേലൂയ ആ വിശ്വാസ മുഖാന്തരം നമുക്ക് പൂർണ്ണ വിടുതലുണ്ടാകുവാനിടയായിത്തീരും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 53-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചതാണ് കുടുംബമൊക്കെയും വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന. ഇന്ന് നാമും ദൈവസന്നിധിയിൽ പൂർണ്ണമായ ഒരു വിശ്വാസമുണ്ട് എങ്കിൽ ജീവിപ്പിക്കുന്ന ഒരു കർത്താവായ യേശുവുണ്ട്. ആ കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നിനും ഒരു കുറവില്ല. അവൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ പൂർണ്ണമായ വിശ്വാസത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ ആ കുടുംബം കർത്താവായ യേശു ആ കുടുംബത്തിലെ
ബാലനെ സൗഖ്യമാക്കിയത് കണ്ടപ്പോൾ അവർ പൂർണ്ണമായി യേശുവിനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു, കുടുംബം മുഖാന്തരം. എന്നാൽ ഇന്നും നമ്മളും കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ സ്വർഗീയ പിതാവായ ദൈവം പകരുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പൂർണ്ണമായ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായും ആ വിശ്വാസത്തിലൂടെ നമുക്ക് അനുഗ്രഹങ്ങൾ പകരുവാനിടയായിത്തീരും. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസിച്ചവരുടെ കൂട്ടം ഏകാഹൃദയവും ഏക മനസ്സുള്ളവരായിരിക്കുന്നു, തനിക്കുള്ളത് സ്വത്ത് ആരും പറഞ്ഞില്ല. അപ്പോൾ വിശ്വസിച്ചവരുടെ കൂട്ടം, ഇപ്പോൾ കർത്താവായ യേശുവിനെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, കർത്താവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുകയാണെങ്കിൽ ആ വിശ്വാസത്തിലൂടെ നമുക്ക് മുമ്പോട്ട് പോകുവാനിടയായിത്തീരും. അപ്പോൾ നമ്മുടെ ജീവിതം വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. ഈ ദിനങ്ങൾ കർത്താവായ ദൈവത്തോട് പറ, കർത്താവായ ദൈവമേ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്ന കർത്താവേ എന്ന് നമ്മൾ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെ ദൈവം അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ തിരുവചനങ്ങളാൽ കർത്താവായ ദൈവം നമ്മൾ ഓരോരുത്തരെയും നളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.